ഹായ്, കല്യാണത്തലേന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. മീൻ മുളകിട്ടതാണ് ഇന്നത്തെ റെസിപ്പി. അതിലായി നമ്മൾ ആദ്യം ഒരു ചട്ടി ചൂടായി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ അളവിൽ ഒലിവും ചേർത്ത് നന്നായിട്ടൊന്ന് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തും ഏകദേശം 1 ഇഞ്ച് വലുപ്പമുള്ള 1 ടേബിൾ സ്പൂൺ അളവ് വരും. അത്ര തന്നെ വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന ഇളക്കിയതിന് ശേഷം കുറച്ച് കരിവേപ്പില ചേർക്കുക. കുറച്ച് കരിവേപ്പില ചേർത്തതിന് ശേഷം നമുക്കത് ഒന്നും കൂടി ഒരു 2 സെക്കൻഡ് കൂടി അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി ഒരു 2 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണിന് പകരം നിങ്ങൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചേർക്കുക. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞളും കൂടി ചേർത്ത് ഈ മഞ്ഞളുടെയും അതുപോലെ കാശ്മീരി ചില്ലിയും പച്ചമണം ഒന്ന് മാറി നന്നായിട്ടിതൊന്ന് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കൊടംപുളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ കൊടംപുളിയുടെ വെള്ളവും അതുപോലെ തന്നെ ഈ മുളകും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഇത് അന്ന് ഇളക്കി അപ്പോൾ എണ്ണയൊന്ന് തെളിഞ്ഞ് വരും. ആ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം നമ്മളതിൽ ചേർത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. നന്നായിട്ട് ഇളക്കി ഇതൊന്നും കൂടി തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇതിൽ ഈ കറിയിലേക്ക് ഉപയോഗിക്കുന്ന മീൻ കേര മീനാണ്. നന്നായി ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന ഒരു 600 ഗ്രാമോളം വരുന്ന കേര മീനാണ് ഞാൻ ഈ കറിയിലേക്ക് ഇടുന്നത്. ചെറുതായി കട്ട് കേര തിളച്ച് വരുന്ന സമയത്ത് ഈ കേര മീൻ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മീൻ ഇട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വന്നാൽ മീൻ പിന്നെ നമ്മൾ തവി ഉപയോഗിച്ച് ഇളക്കരുത്, മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുവട്ടി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിതിന് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ്സ് നമ്മളിതിന് വേവിക്കാം. അതിന് ശേഷം ഇപ്പോൾ മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് കരിവേപ്പില, ഒരു പിടി കരിവേപ്പിലും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുക. അതുകൂടാതെ അതിലേക്ക് നമ്മൾ ഉലുവ പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചും കൂടി ചേർത്ത് ഇതിന് നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വയ്ക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഇത് തലേന്ന് ഉണ്ടാക്കി പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു പുതിയ വീഡിയോയിലേക്കും കാത്തിരിക്കുക. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.